സോ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രൈം ത്രില്ലർ സീരീസ് അല്ലെങ്കിൽ ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ സീരീസ് ആണ് ദ നൈന മർഡർ കേസ്. സെർച്ച് ദ നൈന മർഡർ കേസ്. സോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യാൻ, എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്. സോ ഈ സിനിമയല്ല, സീരീസിന്റെ പോസ്റ്റർ കുറച്ച് ക്യാച്ച് ആയിരുന്നു. ഒരു ക്വാറിന്ന് ഒരു കാർ ഇങ്ങനെ പൊക്കിയെടുക്കുന്നത്, അതും മർഡർ കേസ് ആണ്. പിന്നെ പറയണ്ടല്ലോ, നന്നായിരിക്കുന്ന വിചാരിച്ച് അത് ഞാൻ പറയാം. 6 എപ്പിസോഡ് ഉണ്ട്. ഓരോ എപ്പിസോഡ് ഏകദേശം അരമണിക്കൂർ. അപ്പൊ ഏകദേശം 3 മണിക്കൂറിൽ തീരും. നമ്മുടെ കൊൺകണ സെൻ ശർമ്മയാണ് ഇതില് നായിക അല്ലെങ്കിൽ മറ്റേ പോലീസ് ഓഫീസർ ആയിട്ട് വരുന്നത്. സോ ഒരു മേർഡർ നടക്കുന്നു. അപ്പൊ അത് ആരാണ്, എങ്ങനെയാണ് എന്നൊക്കെ അന്വേഷിക്കാണ് ത്രൂ ഔട്ട് ദ സീരീസ് 6 എപ്പിസോഡ് നടക്കുന്നത്. ഇങ്ങനെ പിടിച്ചാൽ തീരാവുന്നതിനെ കൊണ്ടേറ്റ് തലയുടെ ചുറ്റും ഒരു 10,000 റൗണ്ട് കറക്കിയിട്ട് എങ്ങനെ വന്ന് പിടിച്ചിട്ടുണ്ട്. ഇത് അവസാനം പറയും കള്ളനെ അടുത്തതിൽ പറയാന്ന്. എല്ലാം കാണിച്ചിട്ട് എല്ലാം നമുക്ക് മനസ്സിലാവും, ഇന്ന ആളാണ് കള്ളൻ, കൊലപാതകി പറഞ്ഞിട്ട് അത് ഞങ്ങൾ അടുത്ത സീസണിൽ പറയാം. ഈ കേസ് ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞാൽ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അല്ലാതെ അതിന്റെ ഇടയിൽ അവരുടെ മകളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് നോക്കുക, മകള് നേർവഴിക്കാണ് നടക്കൽ നോക്കുക, ഭർത്താവ് വല്ലവന്റെ ഒപ്പം പോകണ്ടോ നോക്കുക. ഇതൊക്കെ എന്തിനാടേ എനിക്ക് മനസ്സിലാവുന്നില്ല. സോ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആസിഫ് അലി, ജീത്തു ജോസഫ് പടം മിറാഷ് കണ്ടവർക്ക് അറിയാം. ദേ ട്വിസ്റ്റ്, ദാറ്റ് ട്വിസ്റ്റ്, ചറപറ ട്വിസ്റ്റ്, എന്നാ ഒരു ഇമ്പാക്ട് ഇല്ലാത്ത ട്വിസ്റ്റ്. സോ ആ മിറാഷിൽ എങ്ങനെയായിരുന്നു, ട്വിസ്റ്റ് പറഞ്ഞിട്ട് കൈയോടെ പിടിക്കുമ്പോ ഞാൻ ഇങ്ങനെയല്ല അങ്ങനെയാണ് ചെയ്തു പറഞ്ഞിട്ട് അവിടെ ഒരു ഇത് കൊണ്ടുവരും. അതിന് ട്വിസ്റ്റ് എന്നല്ല,